നമ്മുടെ അമ്മയുടെ സംഘടനയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ രഘുചേട്ടൻ്റെ ഒരു വരവും ഒരു ഷോയും ഒക്കെ ഉണ്ട്. അതായത് ഇൻഡോർ AC ഹാളിൽ പരിപാടി നടക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് വരും. ആദ്യം തന്നെ അതിനകത്ത് മുഴുവൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുക, മൊത്തത്തിൽ അതിന്റെ ഫ്രണ്ടിൽ കൂടെ നെഞ്ചു വിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരു ഷോ ഉണ്ട് രഘുചേട്ടന്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ യോഗത്തിൽ ഒരുപാട് അഭിനേതാക്കൾ, അമ്മയുടെ കൈനീട്ടം വാങ്ങുന്ന അഭിനേതാക്കൾക്കൊക്കെ പഴയ ആൾക്കാർക്ക് ഒരുപാട് പേർക്കൊന്നും അന്നുണ്ടായിരുന്ന അത്ര സിനിമകളില്ല, അവർക്ക് സാമ്പത്തികമായി പലതരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, അതിനുവേണ്ടി സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് രഘുചേട്ടൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് കൈപൊക്കി. എല്ലാവരും സൈലന്റ് ആയി. അതായത് KGF റോക്കി ബായുടെ കുട്ടിക്കാലം കൈപൊക്കൂല്ലേ, അതുപോലൊരു കൈപൊക്കലായിരുന്നു. എല്ലാവരും വന്നു. രഘുചേട്ടൻ നേരെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പലർക്കും ഇവിടെ വേഷമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ആ സിനിമയിൽ അമ്മയിലുള്ള ആർക്കൊക്കെ വേഷങ്ങളിൽ നിന്നുള്ള പരാതി ഉണ്ടോ അവർക്കെല്ലാം ഞാൻ വേഷം കൊടുക്കും. ഒറ്റ കൈയടിയാണ്. ഇതിനേക്കാളും വലിയ കൈയടിയാണ് ജനറൽ ബോഡിക്ക്. ആ കൈയടിങ്ങ് തീർന്നപ്പോ രഘുചേട്ടൻ പറയുക, പക്ഷെ ഒരു കാര്യമുണ്ട്, 10 പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. ഇത് ഞാൻ കയ്യിന്നിട്ട് പറയുന്നതല്ല, ഇത് അല്ല നിഷേധിക്കണ രഘുചേട്ടൻ നിക്കല്ലേ ഞാൻ പറയുന്നത്. ഇത് രഘുചേട്ടൻ പറഞ്ഞ കാര്യമാണ്. ഇതെന്താ രഘുചേട്ടൻ, അതിന്റെ കഥ എനിക്കൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ഇല്ല, അതിന്റെ കഥ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പടം തുടങ്ങാനായിട്ട് നമ്മളെ സഹായിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രാത്രിയിൽ കിടന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഇവരൊക്കെ 3-4 പേര് നമുക്ക് കയ്യെന്ന് നമ്മളൊക്കെ കാണും, കൂട്ടത്തിൽ കാണും, ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് അവസാനം സ്റ്റാക്കി ക്യാമറ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒറ്റ ഒരുത്തനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും മുങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും രഘുചേട്ടൻ ഒരു കാര്യം പറയാം, രഘുചേട്ടന് അതിനകത്ത് കൊടുക്കാൻ ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ് എല്ലാവർക്കും ചെയ്യുന്ന ആളാണ് രഘുചേട്ടൻ. അത് പറയുന്നതിനകത്ത് ആത്മാർത്ഥമായിട്ട് കയ്യിൽ കാശുണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ വാരി അതിനൊന്നും അതായത് എല്ലാവരും അഭിനയിക്കാൻ വന്നിട്ട് എനിക്ക് ഇത്ര രൂപ തരണം, ഇത്ര രൂപ തരണം എന്ന് വെച്ചാൽ കൊടുക്കാനുള്ള ബഡ്ജറ്റില്ല, പക്ഷെ വേഷം കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി അദ്ദേഹത്തിനുണ്ട്.